ശരി, കെ ഗണേഷ്, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ എം.വി. ഗോവിന്ദൻ ഒരു കണക്ക് നിരത്തി. രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ എന്താ പറയുക, കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ ജനപ്രതിനിധികൾ അതിൻ്റെ ഒരു കണക്കായിരുന്നു. 16 MP-മാർ, 135 MLA-മാർ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. അതിൽ BJP-യിൽ 54 പേരുണ്ട്, കോൺഗ്രസിൽ 23, ആം ആദ്മി പാർട്ടിയിൽ 13. ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇവരാരും തന്നെ രാജിവെച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഗണേഷ്, കണക്കൊക്കെ അവിടെ കേട്ടെ. നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ വരുന്നത്. എനിക്ക് ഇതിൻ്റെ കണക്കിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു കാര്യം, നമ്മുടെ ഈ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ പൊതുസമൂഹത്തോട് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പാർട്ടിയിലെ സ്ത്രീകൾക്കെങ്കിലോ ഒന്ന് വിശ്വസനീയമാക്കി അവരെങ്കിലും അംഗീകരിപ്പിക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു. അവർക്ക് പോലും വിശ്വസനീയമല്ല. അതുകൊണ്ടാണ് അവരുടെ പാർട്ടി ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഇതിനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം. പിന്നെ ഇത്തരത്തിലുള്ള കണക്കുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇന്നൊരു കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച, ഞാൻ നമ്മുടെ സ്മൃതിയുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചു അങ്ങനെ ചോദ്യം വരുമെന്ന്. കാരണം ഒരു കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവ് വന്നിട്ട് ഇന്ന് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട്, കോൺഗ്രസിൻ്റെ സംഘടനയ്ക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർ പൊതു മാധ്യമത്തിൽ വന്നിട്ട് സംസാരിക്കുന്നത് പല മാധ്യമങ്ങളിലും ഇന്ന് കാണാൻ സാധിച്ചു. എന്താണ് ഇവരുടെ നിലപാടെന്താണ്? ആരെക്കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒരു പൊതുമധ്യത്തിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര സിനിമ ഇൻഡസ്ട്രിയിലേക്കാട്ടും കഷ്ടമാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് അത് അവരുടെ പാർട്ടിയുള്ള കാര്യം. കാരണം അവരും ഈ പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ച് ഇരിക്കുന്ന ആളുകൾ സാധാരണക്കാരല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ പേരെടുത്തുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നാണ് ഞാൻ ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടെ ഈ നമ്മുടെ കേരളീയ സമൂഹത്തിൽ നടക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ, മുകേഷ് ഒരു സാധാരണക്കാരനായിട്ടൊരു ആളല്ല. വളരെ ശക്തനായിട്ടുള്ള, വളരെ CPM-ൻ്റെ വലിയ പിന്തുണയുള്ള, CPM-ൻ്റെ വലിയ പിന്തുണയുള്ള 2 തവണ MLA ആയിട്ടുള്ള, ഒരു കഴിഞ്ഞ തവണ ലോക്സഭാ സീറ്റ് കൊടുത്ത പിണറായി വിജയനിൽ, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനിൽ വലിയ സ്വാധീനമുള്ള ആളാണ് മുകേഷ് എന്ന് പറയുന്ന ആൾ. അങ്ങനെ ഒരാൾ ആ ചുമതലയിൽ ഇരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? കാരണം നിങ്ങൾക്കറിയാം കേരളത്തിലെ പോലീസിനെ എങ്ങനെയാണ് MLA-മാർ ഭീഷണിപ്പെടുത്തുന്നതെന്ന്. അൻവറിൻ്റെ കേസ് നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നാൽ എങ്ങനെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക? ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇപ്പോൾ പൊതുമധ്യത്തിൽ വന്നിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ആളുകൾ, അവർക്ക് എങ്ങനെയാണ് ധൈര്യം ഉണ്ടാവുക? ഇവരെല്ലാ കാലഘട്ടത്തിലും സ്ത്രീപക്ഷ നിലപാടുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന സമയത്ത്, കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള കലാമേഖലയിലൊക്കെ വരുന്ന പെൺകുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ട്, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്നു. ഇവിടെ പെൺകുട്ടികളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില ആൺകുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണ്. അവരുടെ ഫോട്ടോ ഒക്കെ കൈമാറുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഇൻഡസ്ട്രി എങ്ങനെ. അപ്പോൾ ഇതിനുള്ള സാഹചര്യം, ഇത്തരത്തിലുള്ള പീഡനത്തിനുണ്ടാകുന്ന സാഹചര്യം, അപ്പോൾ ഇത് ഉണ്ടാവാതെ നോക്കേണ്ടത് ആരാണ്? സർക്കാരല്ലേ ഇവർക്ക് അതിനുള്ള പിന്തുണ കൊടുക്കേണ്ടത്? സർക്കാർ മുൻ കാലഘട്ടങ്ങളിൽ അവർക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് അതിനുള്ള തുറന്നു പറയാനുള്ള ആത്മവിശ്വാസം കൊടുക്കുന്നതിന് പകരം അവരെ എന്താ പറയുക ഇല്ലാതാക്കുന്ന തരത്തിലുള്ള, അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുകേഷിൻ്റേത് ധാർമ്മികത മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്. ആ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ അന്വേഷണങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. നമുക്കറിയാം ഇവിടെ ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് ആ കേസിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ വായിക്കുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള അട്ടിമറികളുള്ള ശ്രമങ്ങൾ കോടതിയിൽ പോലും നടക്കുന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് മുകേഷിനെ പോലെയുള്ള ഒരാൾ അങ്ങനെ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നാൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? അതുകൊണ്ടാണ് മുകേഷിനെ പോലെയുള്ള ആളുകളെ തെരുവിൽ വേണമെങ്കിൽ തെരുവിൽ തന്നെ നേരിടണം എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള സമരം, മുകേഷ് രാജിവെക്കുന്നതുവരെ അതിശക്തമായിട്ടുള്ള സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അത് CPM അല്ല, പിണറായി വിജയൻ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരടി ഞങ്ങൾ പിന്നോട്ട് പോവുകയില്ല. മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, സുരേഷ് ഗോപി സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ. സുരേഷ് ഗോപി എന്താണ് പാർട്ടിയുടെ നിലപാടെന്ന് കോടതി പറയുമെന്നാണല്ലോ പറഞ്ഞത്. ബാക്കി നിലപാടുകളൊക്കെ താങ്കൾ തന്നെ കണ്ടതല്ലേ? എവിടെ നിന്ന് വരുമ്പോൾ എന്തൊക്കെ ചോദിക്കാമെന്നുള്ളത് അടക്കമുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അല്ല,
അല്ല അദ്ദേഹം അതിൽ വളരെ ഭംഗിയായിട്ട് എങ്ങനെയാണ് ഉത്തരം തന്നത് നമ്മൾ കണ്ടല്ലോ. ആണോ? ഭംഗിയായിട്ടാണ് യാത്രയെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുന്നത് എന്താ? അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിൽ അദ്ദേഹം പറയും. അത് വളരെ കറക്റ്റാണ്. അദ്ദേഹം അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് കെ സുരേന്ദ്രൻ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാത്തത്? മുന്നിൽ തടസ്സം അത്ര ഭംഗിയായി സംസാരിക്കുന്നതായിട്ട് സുരേന്ദ്രന് തോന്നിയില്ലല്ലോ. കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കെ സുരേന്ദ്രൻ വളരെ നിലപാട് പറഞ്ഞു. മുകേഷ് രാജിവെക്കണം. രാഷ്ട്രീയ നേതാക്കളോട് വഴിയിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കും. അതൊന്നും ശീലമില്ലെങ്കിൽ ആ ശീലത്തിലേക്ക് അദ്ദേഹം വരണം. അല്ല, ചോദിച്ചോ? മീശ പിരിച്ച് നടന്നാൽ മാത്രം പോരാ, അത് സിനിമയിൽ മതി. പുറത്തത് നടക്കില്ലല്ലോ. രാഷ്ട്രീയത്തിൽ അത് നടക്കില്ലല്ലോ ഗണേഷ്. അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ടല്ലോ. അസുഖകരമായ ചോദ്യങ്ങൾക്കും കെ സുരേന്ദ്രൻ അടക്കം BJP നേതാക്കൾ മറുപടി തരാറില്ലേ ഗണേഷ്? അസുഖകരമായ ചോദ്യങ്ങൾ ഉണ്ടാവും. എന്താണ് പിന്നെ പ്രശ്നം? ആരാരെ തടഞ്ഞെന്നും ആരാരെ തള്ളി മാറ്റിയെന്നും ദൃശ്യങ്ങളുണ്ടല്ലോ. നാളെ തന്നെ മറുപടി ആരാരെ തള്ളി മാറ്റിയെന്നും ആരാരെ തടഞ്ഞുവെന്നും ദൃശ്യങ്ങളിലുണ്ടല്ലോ ഗണേഷ്. അല്ല, ആരും തള്ളി, നമ്മൾ ലൈവായിട്ട് കണ്ട കണ്ടതാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകനെ പിടിച്ചു തള്ളുന്നത്. മാധ്യമപ്രവർത്തകൻ വന്നിട്ട് മുന്നിൽ നിന്ന് തടഞ്ഞത്, മുന്നിലല്ല സൈഡിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകനെ പിടിച്ചു തള്ളിയത്. സംശയമില്ല, സുരേഷ് ഗോപിയല്ല. ഏതൊരു BJP നേതാവും ജനങ്ങളോട് പറയാനുണ്ടെങ്കിൽ പറയും. അത് മാധ്യമപ്രവർത്തകരോട് പറയും. അത് തടഞ്ഞു നിർത്തി നിങ്ങൾ പ്രതികരിച്ചേ പോവാവൂ എന്നൊന്നും വാശി പിടിച്ചാൽ എങ്ങനെ? അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകും. അല്ല, അത് തടഞ്ഞു എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. ശ്രീ ഗണേഷ്, അങ്ങനെ മുന്നോട്ട് പോകാൻ ഇവിടുത്തെ നേതൃത്വം എത്രത്തോളം അദ്ദേഹത്തെ സഹായിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതെ, ജനങ്ങൾ തെരഞ്ഞെടുത്തതിന്റെ കാര്യമല്ല പറയുന്നത്. പാർട്ടി എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കൂടി നോക്കേണ്ടതുണ്ട്. പാർട്ടി എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കൂടി നോക്കേണ്ടതുണ്ട്. രാഹുൽ എന്തോ പറയാനുണ്ടല്ലോ. സുരേഷ് ഗോപിയെ നമ്മൾ ആത്മാർത്ഥമായി കാണണം. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരൻ, അതായത് ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഉള്ളുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരോടും ഹൃദയത്തിൽ കൈവച്ച് സംസാരിക്കുന്ന, എപ്പോഴും നമുക്ക് അദ്ദേഹത്തിന്റെ നന്മ കാണാതിരിക്കുന്നത്. അങ്ങനെ തുടർന്നാ പോരായിരുന്നോ? എന്തിനാണ് ഇതിലേക്ക് വന്നത്? അങ്ങനെയാണ് ജനസേവനത്തിനാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ഈ രാഷ്ട്രീയക്കാരന്റെ യൂഷ്വൽ കള്ളിയിലല്ല. ജനങ്ങൾക്ക് ആവശ്യമുണ്ട് അദ്ദേഹത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. അവിടെ തുടരേണ്ട ആളല്ല. ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള മാധ്യമ ഗൂഢാലോചനകൾ നടന്നു അദ്ദേഹത്തിനെതിരെ. അതിനൊക്കെ ഭേദിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ജനങ്ങളുടെ അംഗീകാരം നേടിയത്. നിങ്ങൾക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതാണ് പ്രശ്നം. സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു ജനങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ്. ഇനി അത് മാത്രമല്ല, ഒരു 12 ക്യാമറയുടെ മുമ്പിൽ വെച്ച് എന്റെ അവസ്ഥയായിട്ട് എടുത്താൽ മതി. 12 ക്യാമറകളുടെ മുമ്പിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് വളരെ സൗഹാർദ്ദമായി പെരുമാറിയതിന് സുരേഷ് ഗോപി ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തതാണ് ഇവിടുത്തെ പല ആൾക്കാർ. ആ സൗഹാർദ്ദത്തിൽ ചോദ്യത്തിന്റെ മറുപടിയുടെ ഒക്കെ ടോണൊക്കെ നമ്മുടെ മുന്നിലുണ്ട് രാഹുൽ. ഇനി അതിലേക്ക് വീണ്ടും ആ ചർച്ച കൊണ്ടുപോകണ്ട. കണ്ടില്ലല്ലോ. എന്നിട്ട് സുരേഷ് ഗോപി ഏറ്റവും നന്മയെ മോഹൻലാൽ പോസിറ്റീവായി സംസാരിക്കട്ടെ. അല്ലല്ല, പോസിറ്റീവ് എനർജി എത്ര വേണമെങ്കിലും പുറത്തു വിട്ടോട്ടെ രാഹുൽ. പോസിറ്റീവ് എനർജി ഒന്നും പുറത്തു വിടുന്നില്ല, ആർക്കും കുഴപ്പമില്ല. പക്ഷേ അവിടെ സ്വന്തം ഇൻഡസ്ട്രിക്ക് അകത്ത് നടക്കുന്ന കുഴപ്പങ്ങൾ അദ്ദേഹത്തിന് അറിയുകയേ ഇല്ല എന്ന് പറയുമ്പോൾ അത്രയ്ക്കും നിഷ്കളങ്കനാകാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് അതിൽ പ്രതികരിക്കാൻ ഉത്തരവാദിത്തമുണ്ട് രാഹുൽ. അത്രയേ ഉള്ളൂ. അല്ലല്ല, അദ്ദേഹം വെറുമൊരു നടനല്ല. അദ്ദേഹത്തിന്റെ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിലേക്ക് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുന്നത് മാധ്യമങ്ങളല്ല, സിനിമാ ലോകത്തെ തന്നെ സ്ത്രീകൾ തന്നെയാണ് ആവശ്യപ്പെട്ടുള്ളത്. ഇവിടെ പാർവതി തിരുവോത്ത് ആവർത്തിച്ച് പറഞ്ഞു ഒളിച്ചോട്ടം എന്ന് പറഞ്ഞു. ഇതുകൂടാതെ ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ രൂപത്തിൽ മലയാള സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണല്ലോ. അങ്ങനെ ആ ചർച്ച അവിടെയും നടന്നു. NDTVയിലെ ചർച്ചയിൽ ശോഭാഡയെ ആവശ്യപ്പെട്ടു മോഹൻലാൽ മൗനം വെടിയണമെന്ന്. അപ്പോൾ ഇവിടെ മാത്രമല്ല, അവിടെയും ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. Debate with Smriti Parthikad.